നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യക്കെതിരെ വ്യാപക പരാതികളാണ് യാത്രക്കാർ ഉന്നയിക്കുന്നത്. വിമാനം വൈകിപ്പിക്കൽ ഇവരുടെ സ്ഥിരം പണിയാണ്. അത് മാറ്റാനൊന്നും വിമാന കമ്പനി ഉദ്ദേശിക്കുന്നില്ല എന്ന് തോന്നുന്നു. അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 ദോഹയിൽ നിന്നും കോഴിക്കോടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അനിശ്ചിതമായി വൈകുകയാണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും വിമാനം എപ്പോൾ പുറപ്പെടുമെന്ന് അറിയാതെ കാത്തിരിക്കുകയാണ് 150-ലേറെ യാത്രക്കാർ. ഞായറാഴ്ച ഉച്ചയ്ക്ക് ടേക്ക് ഓഫിനായി ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നീങ്ങി തുടങ്ങിയ ശേഷമായിരുന്നു യാത്ര അടിയന്തരമായി നിർത്തിവെച്ചത്. സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് റൺവേയിൽ വെച്ച് തന്നെ പരിശോധന നടത്തിയെങ്കിലും പുറപ്പെടാനായില്ല. നട്ടുച്ച സമയത്തെ കടുത്ത ചൂടിൽ കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ 2 മണിക്കൂറോളമാണ് നിർത്തിയിട്ട വിമാനത്തിൽ തന്നെ കഴിഞ്ഞുകൂടാൻ നിർബന്ധിതരായത്. ഉടൻ പുറപ്പെടാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെ 2 മണിക്കൂർ കഴിഞ്ഞ് യാത്രക്കാരെ പുറത്തിറക്കി വിമാനത്താവളത്തിൽ തന്നെ ഇരുത്തി. വൈകുന്നേരത്തോടെ പുറപ്പെടുമെന്ന വിവരം ലഭിച്ചെങ്കിലും അതും ഉണ്ടായില്ല. തുടർന്ന് രാത്രി 9 മണിയോടെയാണ് യാത്രക്കാരെ ഹോട്ടലുകളിലേക്ക് മാറ്റുന്നത്. ചിലർ താമസ സ്ഥലങ്ങളിലേക്കും മടങ്ങിയവരുണ്ട്. ഇന്ന് ഉച്ചയ്ക്കുള്ള വിമാനം പറന്നുയർന്നിട്ടും ഇന്നലെ വിമാനത്താവളത്തിലെത്തിയവർ കാത്തിരിപ്പിൽ തന്നെയാണ്. അതേസമയം വിമാനം വൈകുന്നേരം പുറപ്പെടുമെന്ന് അധികൃതർ പ്രതികരിച്ചിട്ടുണ്ട്. ഇത് പാഴ്വാക്കാകാതിരുന്നാൽ മതിയായിരുന്നു. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഭക്ഷണം വാങ്ങിയപ്പോഴുണ്ടായ ദുരനുഭവം സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരിയും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കുവച്ച് രംഗത്തെത്തിയിരുന്നു. ഷാർജ കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോഴുണ്ടായ ദുരനുഭവമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. 15 ദിർഹത്തിന്, അതായത് ഏകദേശം 337 ഇന്ത്യൻ രൂപയ്ക്ക് വാങ്ങിയ ബിരിയാണിയുടെ വീഡിയോ സഹിതമാണ് അദ്ദേഹം കുറിപ്പെഴുതിയിരിക്കുന്നത്. വെള്ളം ഒഴുകുന്ന ബിരിയാണി പ്ലാസ്റ്റിക് പാത്രത്തിൽ വിതരണം ചെയ്തതാണ് വീഡിയോയിൽ കാണുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിലെ 15 ദിർഹമിന്റെ ബിരിയാണിയാണിത്. കോലം കണ്ടില്ലേ, എന്ത് ബിരിയാണിയാണിത്! നമ്മുടെ നാട്ടിൽ നിരോധിച്ച പ്ലാസ്റ്റിക്കിലാണ് ബിരിയാണി കൊടുക്കുന്നത്. എക്സ്പ്രസ്സുകാർ ബിരിയാണി വെച്ച് പഠിക്കണം, ഏത് കാറ്ററിംഗുകാരാണെങ്കിലും ശരി. വീഡിയോയിൽ അഷ്റഫ് താമരശ്ശേരി പറഞ്ഞത്. അതേസമയം അഷ്റഫ് താമരശ്ശേരിക്കുണ്ടായ ദുരനുഭവത്തിൽ മാപ്പ് പറഞ്ഞ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആൻഡ് എയർ ഏഷ്യ ഇന്ത്യ രംഗത്ത് വന്നിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.